ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ചിക്കൻ റെസിപ്പിയാണ്. കാശ്മീരി ചിക്കനാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്ത് വൃത്തിയായിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. 1 മണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ചിക്കനിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് ഈ ചിക്കനിലേക്ക് അരച്ച് ചേർക്കാനുള്ളതാണ് ഈ കാഷ്യൂ നട്ട്സും കിസ്മിസും. ഞാനിത് രണ്ടും കൂടി ഒന്ന് കുതിർത്താൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. കുതിർത്തിയതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു വലിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ 2 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 6 വെളുത്തുള്ളി അല്ലിയുണ്ട്, 1 കഷ്ണം ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 1 ടീസ്പൂൺ കുരുമുളക്, 2 സിനമോൺ സ്റ്റിക്ക്, 4 ഗ്രാമ്പൂ, 1 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കടുക്. ഇത്രയുമാണ്. ഇതെല്ലാം കൂടി നമുക്ക് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാനുള്ളതാണ്. തക്കാളി നമുക്കൊന്ന് അരച്ച് പ്യൂരി ആക്കി എടുക്കാനുള്ളതാണ്. ഞാനിപ്പോൾ ഇവിടെ ആ കിസ്മിസും കാഷ്യൂ നട്ട്സും കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പം 1 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിനി അത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ വറുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ചിക്കൻ 2 ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ കുറച്ചും കൂടി വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ ബാക്കിയും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ അത്ര നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് വീണ്ടും മസാല ചേർത്ത് വേവിക്കാനുള്ളതാണ്. നമ്മളിപ്പോൾ ഈ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സവാള വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ യൂസ് ചെയ്യാം. ഞാനിവിടെ വേറെയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പും കൂടി ചേർത്ത് നമുക്ക് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ചേർക്കാം. മുളക് പൊടിയും ഇഞ്ചിയും കുരുമുളകും എല്ലാം കൂടി ചേർത്തിട്ടുള്ള മസാലയാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് മസാല വഴറ്റിയെടുക്കാം. മസാല നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ പ്യൂരി ആക്കി വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. തക്കാളി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ച് നേരം ഇത് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് അടച്ചു വെച്ച് വേവിക്കാം. തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. ഞാനിതിലേക്ക് ചിക്കൻ ചേർത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിലേക്ക് മസാല നന്നായിട്ട് കോട്ടാകുന്നത് പോലെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അതിനുശേഷം മാത്രം നമുക്കിതിലേക്ക് വെള്ളം ചേർത്താൽ മതി. ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ചേർക്കാം. എപ്പോഴും കറികളിലേക്ക് നമ്മൾ ഇടയ്ക്ക് വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് തൈരാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരാണ് ചേർക്കുന്നത്. ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് വയ്ക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒന്നുകൂടെ ഒന്ന് 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പൊ നമ്മുടെ കറി നല്ലതായിട്ട് പാകമായിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട് കിസ്മിസ് പേസ്റ്റ് ആണ്. അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കാഷ്യൂ നട്ടിന്റെ പേസ്റ്റ് ചേർക്കുന്നത് കൊണ്ട് കറി ഇപ്പം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് കസൂരി മേത്തിയാണ്. 1 ടീസ്പൂൺ കസൂരി മേത്തി കയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കാശ്മീരി ചിക്കൻ റെസിപ്പി
കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളതാണ്. ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് അത് വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കാശ്മീരി ചിക്കൻ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉണ്ടാക്കാറുള്ളത്. ഇതിപ്പം ഞാൻ എനിക്ക് കിട്ടിയ റെസിപ്പിയിൽ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടാണ്, എൻ്റെതായിട്ട് രീതിയിലാണ് ഞാൻ ഇതിവിടെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് അല്പം മല്ലിയില അരിഞ്ഞതും കൂടി ചേർക്കാം. നമ്മുടെ കാശ്മീരി ചിക്കൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. കറി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് പൊറോട്ടയാണ്. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കുക. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.